സമാധിയിൽ സത്യം അറിയണമല്ലോ. ഇത് ഞാനൊരു കേവലം വിശ്വാസത്തിൻ്റെ പ്രശ്നം മാത്രമായിട്ട് ചുരുക്കി കാണുന്നില്ല. നോക്കൂ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനാ പ്രകാരം ഏതൊരു മനുഷ്യനും ഒരു വിശ്വാസത്തിൽ ജീവിക്കാനും ആ വിശ്വാസത്തെ പിന്തുടരാനും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളിൽ പങ്കാളിയാകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനൊരു പരിമിതിയും പരിധിയും കൂടി കൽപ്പിച്ചിട്ടുണ്ട് ഭരണഘടന. മറ്റൊരാളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ. ആ രീതിയിലൊക്കെ നമുക്ക് വിശ്വാസത്തെ പിന്തുടരാനും ആ വിശ്വാസത്തിൽ ജീവിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില നിയമപ്രശ്നങ്ങൾ കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാൾക്ക് എൻ്റെ മരണാനന്തരം എൻ്റെ ബോഡി എങ്ങനെ സംസ്കരിക്കണം എന്ന് പറയാനും രാജ്യത്തൊരു നിയമമുണ്ട്. അത് ഒരു ഡെഡ് ബോഡിക്ക് പോലും റൈറ്റുള്ള അവകാശമുള്ള സമൂഹമാണ് നമ്മളുടെ, അല്ലേ? ഇപ്പം മൃതദേഹം കുഴിച്ചിടണം എന്നൊരാൾക്ക് പറയാം, അല്ലെങ്കിൽ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കണം എന്നൊരാൾക്ക് പറയാം, അല്ലെങ്കിൽ മൃതദേഹം ദഹിപ്പിക്കണം എന്നൊരാൾക്ക് പറയാം. ഇനി ഇതൊന്നുമല്ലാതെ മൃതദേഹം കുട്ടികൾക്ക്, മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കുന്ന ആളുകളുണ്ട്, അതല്ല എങ്കിൽ അവയവദാനം നടത്തുന്ന ആളുകളുണ്ട്. അപ്പം ഡെഡ് ബോഡിക്ക് പോലും റൈറ്റുള്ള ഒരു സമൂഹമാണ് നമ്മളുടെ. പക്ഷേ ഇവിടെയൊക്കെ അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ടല്ലോ. എന്താണെന്നറിയാവത്? അത് മരണം സ്ഥിരീകരിക്കണം എന്നുള്ളതാണ് പ്രശ്നം. മരണം സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് അത് എപ്രകാരം സംസ്കരിക്കണം, ഏത് ചടങ്ങുകൾ ഉപയോഗിച്ച് സംസ്കരിക്കണം, ഏത് രീതിയിൽ സംസ്കരിക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക ആദ്യം മരണം സ്ഥിരീകരിക്കണം എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കേണ്ടത് ആരാണ്? ഒരു ഡോക്ടറാണ് സ്ഥിരീകരിക്കേണ്ടത്. ഇപ്പം നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം എന്താണ്? ഇവിടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഗോപൻ സ്വാമിയുടെ മൂത്ത മകനായിട്ടുള്ള രാജസേനാണ്. അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള ഒരു ബൈറ്റിൽ പറയുന്നത് എന്താണ്? രാവിലെ അച്ഛൻ പൂജയ്ക്ക് പോയിട്ട് അമ്പലത്തിൽ നിന്ന് നേരെ ഈ സമാധി സ്ഥലത്തേക്ക് വന്നു. ആ സമാധി പീഠത്തിലിരുന്നു, അല്ലേ? സമാധി പീഠമൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വന്നിരുന്നു. എന്നിട്ട് രാവിലെയാണ് അവിടെ വന്ന് അദ്ദേഹം ഇരുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് മണിക്കൂറുകളോളം പല പൂജകൾ നടന്നു എന്നുള്ളതാണ്. പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് പുലർച്ചെ 3:30 വരെ പലതരത്തിലുള്ള പൂജകൾ നടന്നു. ഈ പൂജകൾക്കൊടുവിൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന എന്താണ്? ഈ രാജസേനൻ എന്ന് പറഞ്ഞ പൂജാരിക്ക് മനസ്സിലാകുന്നു അച്ഛൻ സമാധിയായി എന്ന്. അതിന് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ശ്വാസം പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാര്യം പറയുന്നത് നാഡി സ്പന്ദിക്കുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ ശ്വാസം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വയറ് ഉയരുകയും താഴുകയും ചെയ്യുമല്ലോ, അതൊന്നും സംഭവിക്കുന്നില്ല. ഇനി നാലാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു പൂജാരിയായ എനിക്ക് അച്ഛൻ്റെ ആത്മാവ് വിഗ്രഹത്തിലേക്ക് ലയിക്കുന്നത് തിരിച്ചറിയാൻ കഴിയും എന്നുകൂടി അദ്ദേഹം പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരണം സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ വളരെ വിചിത്രമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മംഗലാപുരത്തൊരു ആശുപത്രിയിൽ പവിത്രൻ എന്നൊരാളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപായപ്പെടുമെന്ന് ഡോക്ടർമാർ പറയുന്നു. പക്ഷേ അവിടെ ഈ വെന്റിലേറ്ററിൻ്റെ പൈസ വളരെ കൂടുതലായതുകൊണ്ട് വേണ്ട, ഞങ്ങൾ കണ്ണൂർ സ്വദേശിയാണ്, കണ്ണൂരേക്ക് കൊണ്ടുപോകാം എന്ന് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറയുന്നു. അങ്ങനെ പവിത്രനെയും കൊണ്ട് അവർ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പവിത്രൻ മരിച്ചതായിട്ട് ഈ ബന്ധുക്കൾക്ക് അങ്ങ് തോന്നുന്നു. അങ്ങനെ തോന്നിയ ഉടനെ തന്നെ അവർ വിളിച്ചിട്ട് മറ്റു ബന്ധുക്കളോട് പറയുന്നു, ഇങ്ങനെ ഇദ്ദേഹം മരിച്ചിട്ടുണ്ട്, നമുക്ക് നാളെ രാവിലെ സംസ്കാരം നടത്താം, അത് ഇന്ന് രാവിലെ 10:00 സംസ്കാരം നടത്താം. എന്നിട്ട് അവിടുത്തെ ഒരു ലോക്കൽ നേതാക്കളെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് കണ്ണൂരിലെ AKG ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ മോർച്ചറിയിലാണല്ലോ സൂക്ഷിക്കേണ്ടത്, മോർച്ചറിയിൽ ഒരു അവസരം തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഏർപ്പാടുണ്ടാക്കുന്നു, ആ സൗകര്യം ഏർപ്പാടാക്കുന്നു. അവിടെ എത്തുമ്പോൾ അവിടുത്തെ അറ്റൻഡർ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം മരിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചൂടുണ്ട്, ഊഷ്മാവുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഡെഡ് ബോഡി തണുക്കുകയാണല്ലോ ചെയ്യുക. ഊഷ്മാവുണ്ടെന്ന് കണ്ടെത്തുന്ന പവിത്രന് ജീവനുണ്ട് എന്ന് ഈ അറ്റൻഡർ തിരിച്ചറിയുന്നു. ഇപ്പോൾ പവിത്രൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ICU യൂണിറ്റിൽ കിടക്കുകയാണ് പവിത്രൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഈ പൂജാരിയായിട്ടുള്ള രാജസേനൻ നിന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് വിഗ്രഹത്തിലേക്ക് ലയിക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു, അങ്ങനെ സമാധിയായി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. മരണം സ്ഥിരീകരിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ മരണത്തിൻ്റെ ഉത്തരവാദി ആരാണെന്നറിയാമോ? സ്റ്റേറ്റാണ് യഥാർത്ഥത്തിൽ നമ്മളോട് മറുപടി പറയേണ്ടത്. സ്റ്റേറ്റാണ് മറുപടി പറയേണ്ടത് നമ്മുടെ നിയമപ്രകാരം. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണം ആത്മഹത്യയാണോ, അത് കൊലപാതകമാണോ, അത് സ്വാഭാവിക മരണമാണോ എന്നുള്ള കാര്യം പറയേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഭാര്യയും മക്കളും കൂടി ചേർന്നിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് എവിടെയും സാധ്യമല്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരാൾ മരിച്ചാൽ, അല്ലെങ്കിൽ റോഡിൽ ഒരാൾ മരിച്ചാൽ, ആശുപത്രിയിൽ ഒരാൾ മരിച്ചാൽ അത് സ്ഥിരീകരിക്കണം. മരണം സ്ഥിരീകരിക്കുക എന്നുള്ളതാണല്ലോ പ്രാഥമികമായ കാര്യം. അതൊരു ഡോക്ടർ നിർവഹിക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ മരണം സ്ഥിരീകരിക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഈ സമാധിയിൽ സത്യം അറിയേണ്ടതുണ്ട്. ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചത്? അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, അത് മറിച്ച് ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ കാര്യം അറിയാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ആ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ 2022 നമ്മളെ ഞെട്ടിച്ചൊരു സംഭവമാണല്ലോ ഇലന്തൂരുണ്ടായിട്ടുള്ള ഇരട്ട കൊലപാതകം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം ഇങ്ങനെ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നരബലി നടക്കുന്നത്. എന്താണ് ആ നരബലിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്? സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി 2 സ്ത്രീകൾ
സ്ത്രീകളെ അങ്ങ് കൊന്നുകളയുകയാണ്. അങ്ങനെ കൊന്നുകളഞ്ഞൊരു സംഭവത്തിന് ശേഷം കേരളം വലിയ ഗൗരവത്തോട് ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് നിയമം കൊണ്ടുവരണം എന്നുള്ളത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിശക്തമായ നിയമനിർമ്മാണം ഉണ്ടാകണം. ആ നിയമങ്ങൾ നടപ്പാക്കപ്പെടണം. അതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് ആവർത്തിക്കാതിരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ വലിയ ചർച്ചകൾ നടക്കി. 4 തവണ 4 ബില്ലുകൾ നിയമസഭയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. 4 തവണ 4 ബില്ലുകൾ നിയമസഭയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. 2014 അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്. ആ ബില്ല് അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നിയമ നടപടികളുമായി ബന്ധപ്പെട്ട ബില്ലായിരുന്നു. അത് തയ്യാറാക്കിയത് അന്ന് ADGP ആയിരുന്ന ഹേമേന്ദ്രനാണ് അതിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇത് വിദഗ്ധരുമായി ചർച്ച ചെയ്ത് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് പെട്ടിയിൽ വെച്ചു. പിന്നെ ഈ ബില്ല് അനങ്ങിയിട്ടില്ല. പിന്നെ അടുത്തൊരു ബില്ല് വരുന്ന 2018 PT തോമസ് ആണ്. മരിച്ചുപോയ തൃക്കാക്കര MLA ആയിരുന്ന PT തോമസ് ആണ് ഒരു ബില്ല് കൊണ്ടുവരുന്നത്. ആ ബില്ല് വളരെ ശക്തമായ ബില്ലാണ്. ആ ബില്ലിന് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് വേണ്ടി AC മൊയ്തീനാണ്. ഈ ബില്ല് എടുക്കാൻ പറ്റില്ല എന്നാണ് മൊയ്തീൻ പറഞ്ഞത്. പക്ഷേ അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ ഇടപെട്ടിട്ട് ഈ ബില്ല് പരിഗണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഗവൺമെൻറ് എന്താ പറഞ്ഞത്? ഈ ബില്ല് പരിഗണിച്ച് വിദഗ്ധ അഭിപ്രായങ്ങൾക്ക് എടുത്ത് ഒരു നിയമനിർമ്മാണം നടത്തുന്നതാണ്. പിന്നെ അതിൻ്റെ മേളിലൊരു അനക്കമുണ്ടായിട്ടില്ല. 2019 ഈ നിയമകാര്യ കമ്മീഷൻ ഉണ്ടല്ലോ, ആ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നത് ജസ്റ്റിസ് KT തോമസ് ആണ്. സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്ന നിയമപരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ. 2019 അവരൊരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലും ഇതുപോലെ തന്നെ ഫ്രീസറിലേക്ക് പോയി. ഒരു കാര്യവും നടന്നിട്ടില്ല. ഏറ്റവും അവസാനം ആലത്തൂർ MLA ആയിട്ടുള്ള KD പ്രസന്നനാണ് 2 വർഷം മുമ്പ് വീണ്ടും ഇതുപോലൊരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത്. എന്താണ്? അന്ധവിശ്വാസങ്ങളെ ശക്തമായി എതിർക്കണം, അതിനെതിരായിട്ട് നിയമ നടപടികൾ ഉണ്ടാകണം, അന്ധവിശ്വാസത്തെ പല രീതിയിൽ നിർവചിച്ചുകൊണ്ട് എന്തെല്ലാം ഈ അന്ധവിശ്വാസത്തിൻ്റെ കാറ്റഗറിയിൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ബില്ലുകളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. സമഗ്രമായ ബില്ലുകളായിരുന്നു എല്ലാം, ഒന്നും മോശപ്പെട്ട ബില്ലുകളായിരുന്നില്ല. പക്ഷേ ഒരു നിയമ നിർമ്മാണവും ഉണ്ടായില്ല. ഇപ്പോഴും ഈ പറഞ്ഞ അവസാനത്തെ KD പ്രസന്നൻ്റെ അവതരിപ്പിച്ച ബില്ലിലും ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടില്ല. നിലവിലിപ്പോൾ അങ്ങനൊരു പ്രശ്നമില്ല. എന്ന് മാത്രമല്ല, ഈ ഇലന്തൂർ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇലന്തൂർ സംഭവം ഉണ്ടായപ്പോൾ വീണ്ടും ഈ ശക്തമായിട്ട് ഈ ബില്ലിൻ്റെ ആവശ്യം വന്നല്ലോ. നിയമനിർമ്മാണം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആചാര്യ സംഘടനകളെല്ലാം കൂടി ചേർന്നിട്ട് വലിയ പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞു. ഇത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തിക്കൂടാ, കാരണം ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആചാര്യ സംഘടനകൾ യോജിച്ചുകൊണ്ട്, പല സംഘടനകൾ യോജിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുത്തു. അപ്പോഴും ഒരു നടപടിയും ഉണ്ടായില്ല. ഇനി നമ്മുടെ നാട്ടിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു വലിയ ക്യാമ്പയിൻ നടത്തി. കേരളത്തിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വരൂപിച്ച അഭിപ്രായങ്ങളെല്ലാം കൂടി ചേർത്ത് അവരൊരു സജഷൻ സർക്കാരിന് മുമ്പിൽ വെക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ 2017 നേരിട്ട് കണ്ട് ഈ പ്രശ്നം അവതരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും കേരളത്തിലൊരു നിയമനിർമ്മാണം നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? നമ്മൾ അതുകൂടി പരിശോധിക്കണമല്ലോ. എന്തുകൊണ്ടാണ് ഈ നിയമനിർമ്മാണം നടത്താൻ കഴിയാതെ പോകുന്നത്? പ്രശ്നം എന്താണെന്നറിയാമോ? ഈ നിയമനിർമ്മാണം നടത്തിയാലുണ്ടല്ലോ ആൾ ദൈവങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വരും, അല്ലേ? ആൾ ദൈവങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പരിപാടികളുണ്ടല്ലോ, ആ പരിപാടികൾക്ക് എതിരെ നടപടി എടുക്കേണ്ടി വരും. ഇതുപോലെ തന്നെ കുത്തിയോട്ടം പോലുള്ള ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങൾക്കെതിരായിട്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആചാരം നിൽക്കുന്നത്. അവരുടെ ശരീരത്തിൽ ഈ ലോഹമൊക്കെ കുത്തിക്കയറ്റുന്ന പരിപാടിയാണ്. ബാലാവകാശ കമ്മീഷൻ നേരത്തെ കേസെടുത്തിട്ടുള്ള കുട്ടികളുടെ ശരീരത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പീഡനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരും. അങ്ങനെയൊക്കെ ഇടപെടുന്നതിന് സർക്കാരിന് പരിമിതിയുണ്ട്, രാഷ്ട്രീയക്കാർക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ആ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെതിരായി ശക്തമായൊരു നിയമം നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ്. പല സംസ്ഥാനങ്ങളിലും ആ നിയമമുണ്ട് കേട്ടോ. മഹാരാഷ്ട്രയിൽ ആ നിയമമുണ്ട്, കർണാടകയിൽ ആ നിയമമുണ്ട്, ഒറീസയിൽ ആ നിയമമുണ്ട്. ആ രീതിയിലൊരു നിയമം കേരളത്തിൽ പാസ്സാക്കാൻ കഴിയാതിരിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. നമ്മളെയൊക്കെ ചിരിപ്പിച്ചൊരു കാര്യമാണല്ലോ, അല്ലേ? കഴിഞ്ഞ വർഷം പുറത്തു വന്നൊരു വാർത്ത, KPCC അധ്യക്ഷനായിട്ടുള്ള K. സുധാകരൻ്റെ കട്ടിലും വീട്ടിലും ഉമ്മറത്തും ഈ കസേരയുടെ പുറകിലും ഒക്കെ കൂടോത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് രാജ്മോഹൻ ഉണ്ണിത്താനും K. സുധാകരനും കൂടി അന്വേഷിച്ചു പോയൊരു കഥയുണ്ട്. എന്നിട്ട് മാത്രമല്ലല്ലോ, ആൾരൂപങ്ങളെടുത്തു. എന്നിട്ട് K. സുധാകരൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ വിഷമത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് ഈ ആൾരൂപങ്ങളും തെയ്യത്തിൻ്റെ മാതൃകയിലുള്ള രൂപങ്ങളൊക്കെയാണ് അവിടെ കുഴിച്ചിട്ടിരുന്നത്. അതൊക്കെ എടുത്തു ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പത്തനംതിട്ടയിൽ നിന്ന് ഏതൊരു തന്ത്രിയെ കൊണ്ടുവന്നിട്ട്, ഏതൊരു കർമ്മിയെ കൊണ്ടുവന്നിട്ട് അതൊക്കെ കുഴിച്ചെടുക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ തന്നെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ പെട്ടുപോയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ ഈ സമാധി വിഷയത്തിൽ, സമാധി എന്ന് പറയുന്ന അവരുടെ വിശ്വാസമായിരിക്കാം, പക്ഷേ ഗോപൻ സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പൗരൻ എങ്ങനെയാണ് മരിച്ചത് എന്നറിയാൻ സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട്. ആ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ കല്ലറ പൊളിക്കുന്നു എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നമ്മളൊരു പരിഷ്കൃത സമൂഹമാണ്. ആ പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഇതിനകത്തൊരു അപകടം നിൽക്കുന്നുണ്ടല്ലേ? വളരെ പെട്ടെന്നല്ലേ കല്ലറയ്ക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കുന്നത്? കല്ലറയുടെ കേന്ദ്രീകരിച്ച് 2 വിഭാഗങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ആ 2 വിഭാഗങ്ങൾ പറയുന്നത്, ഒന്ന് ഞങ്ങളുടെ വിശ്വാസമാണ്, അതുകൊണ്ട് ഈ കല്ലറ പൊളിക്കരുത്, അവിടെ കടന്നു കയറുന്നത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം അങ്ങനെ അല്ല എന്ന് പറയുന്നു. ഇതിനകത്തൊരു രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ വിഷയവും
കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപകടകരമാണ് ഈ സാഹചര്യം. അപകടകരമാണെന്ന് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്നാണെന്നേ വലിയ വലിയ അന്ധവിശ്വാസങ്ങളിലേക്ക് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ഒരു സമൂഹം സഞ്ചരിക്കുക. ഈ രീതിയിലാണോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? കേരളം ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത്? കേരളം നരബലി നടക്കുന്ന ആളുകൾ ഇങ്ങനെ ഈ പറഞ്ഞ സമാധിയാകുന്ന അങ്ങനെ സമാധിയായി രഹസ്യമായി ഈ സ്ലാബൊക്കെ വെച്ച് കല്ലറയിൽ സംസ്കരിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളം അറിയപ്പെടണോ? അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് നമ്മളൊരു നിയമവ്യവസ്ഥയ്ക്കകത്താണ് ജീവിക്കുന്നത്. ആ നിയമവ്യവസ്ഥയിൽ ഒരു മരണം സ്ഥിരീകരിക്കുന്നതിന് അതിൻ്റേതായ രീതികളുണ്ട്. അത് ഫോളോ ചെയ്യാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വമുള്ളത് സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റ് ഈ കാര്യത്തിൽ വളരെ ശക്തമായി ഇടപെട്ട് ഈ പറയുന്ന സമാധിയുടെ സത്യം പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. Meet the editors.